ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് ഗാർഡൻ മനോഹരമാക്കാനുള്ള ഒരു പോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടയർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇവിടെ അടുത്തുള്ള സൈക്കിൾ കടയിൽ പോയിട്ട് എപ്പോഴും ഓരോ ടയർ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. ഏകദേശം 30-40 രൂപയ്ക്കാണ് ടയറിന് അവർ മേടിക്കാറ്. പക്ഷേ അടിപൊളിയായിട്ട് നമുക്ക് ചെടി വെക്കാനുള്ള പോട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് മുറിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഞാൻ ഇവിടെ നമ്മൾ അടക്കൊക്കെ കൊത്തുന്ന കത്തി ഉണ്ടല്ലോ, ആ കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. മുഴുവനായിട്ട് വി പോലെയുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചവിട്ടി മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഇനി ഞാനിവിടെ ഒരു 4 ടയർ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്കിഷ്ടമുള്ള കളർ എടുക്കുക. ഗോൾഡൻ കളറും റെഡും ആണ് കേട്ടോ ഞാൻ കൊടുക്കുന്ന പെയിൻറ്റ്. അതിന് ശേഷം ഇത് നേരെ നമുക്ക് എവിടെയാണോ പ്ലാന്റ് ചെയ്യണത് ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ റബ്ബർ ഷീറ്റൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് താമരയൊക്കെ വെച്ച് കൊടുക്കാം. പക്ഷേ ഞാൻ ഇവിടെ 10 മണി പോലുള്ള കുഞ്ഞു കുഞ്ഞു ചെടികൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ പെയിൻ്റ് അടിച്ചിട്ടൊന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് എവിടെയാണോ പ്ലാന്റ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ കൊണ്ടുപോയി വെക്കുക. ചെടി വെക്കാനുള്ള മണ്ണ് ഒരുക്കിയതിന് ശേഷം നമുക്കതിൽ പ്ലാന്റ് വെച്ച് കൊടുക്കുക. ഗാർഡന് സൂപ്പറാക്കി മാറ്റുന്ന ഒരു അടിപൊളി ചട്ടിയാണ് കേട്ടോ അത്. അപ്പോൾ വീട്ടിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ടയറുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായി പൂവിടുന്ന ചെടികൾ വെക്കുന്നതായിരിക്കും ഒന്നും കൂടി ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു പോട്ടിൽ നമ്മൾ പ്ലാന്റ് പൂവിട്ട് നിൽക്കുന്നതാണ് അടിപൊളിയായിരിക്കും കേട്ടോ. ഞാൻ അധികത്തിലും 10 മണിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു വലിയ ടയർ ഇതിൻ്റെ മുന്നേ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ നിറയെ 10 മണി പൂവിട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ കുഞ്ഞു ഗാർഡനാണെങ്കിൽ ഇതുപോലെ ക്രിയേറ്റിവിറ്റിയിൽ നമ്മൾ ഓരോ പോട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.